വോട്ടെടുപ്പിന് പിന്നാലെ വമ്പൻ അവകാശവാദങ്ങളായിരുന്നു മുന്നണി നേതൃത്വങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നത്. ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ച മുന്നണി നേതൃത്വങ്ങൾ പ്രാദേശികമായ കണക്കെടുപ്പ് പൂർത്തിയായതോടെ കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനവട്ട കണക്കുകൾ നൽകുന്ന സൂചനകൾ. 90 സീറ്റ് അവകാശവാദം പുറമേക്ക് ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഭരണ തുടർച്ച സംബന്ധിച്ച് ഇടതുമുന്നണിക്കും കടുത്ത ആശയക്കുഴപ്പമുണ്ട്. ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ അതേപടി സ്വീകരിക്കാതെ മറ്റ് സാധ്യതകൾ ഉപയോഗിച്ചും CPM ഇത്തവണ കണക്കെടുപ്പ് നടത്തിയെന്നാണ് സൂചന. ഭരണ തുടർച്ചയുണ്ടായാലും 75 സീറ്റിൽ മാത്രമാണ് ഉറച്ച വിജയം CPM പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ പാളിപ്പോയ സാഹചര്യത്തിലാണ് കൂടുതൽ കൃത്യതയുള്ള കണക്കുകൾ ശേഖരിക്കാൻ CPM നേതൃത്വവും തയ്യാറായത്. അതേസമയം UDFന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ 80 മുതൽ 85 സീറ്റുകൾ വേണ്ടി ഇത്തവണ അധികാരത്തിലെത്തുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് UDF. ജില്ലകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ സംസ്ഥാന നേതൃത്വം വിശദമായി പരിശോധിച്ചു വരികയാണ്. പാലക്കാട്, അതായത് ഇടത് കോട്ടയായി സംസ്ഥാനത്തെ ഇടത് മേധാവിത്വമുള്ള ജില്ലകളിൽ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയാതെ പോയത്. മറ്റിടങ്ങളിലെല്ലാം ഇടത് കോട്ടകളിലും ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കിയെന്നവർ കരുതുന്നു. എങ്കിലും 3-ൽ കുറയാത്ത സീറ്റുകൾ ഇത്തവണ പാലക്കാട് ലഭിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. ഡീൽ ആരോപണമടക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഫലപ്രദമായി ചർച്ച ചെയ്തെത്തിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞു എന്ന വിലയിരുത്തൽ കൂടി നടത്തുന്നു. എന്താണ് മുന്നണികളുടെ അവകാശവാദം, എന്താണ് സാധ്യതകൾ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതായത് കൂടുതൽ കണക്കുകൾ ശേഖരിച്ച ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നണികൾ, നേതൃത്വങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടുന്നു, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡാൻ കുര്യനും ഒപ്പം BB അരുണും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അരുൺ, ഈ CPMന്റെ കണക്കുകൂട്ടലിൽ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിലുള്ളത് MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ 90 സീറ്റ് എന്ന വിജയ സാധ്യതയാണ്. പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ അത്തരമൊരു കണക്കെടുപ്പിലേക്കല്ലല്ലോ CPM വന്നിരിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച, അതാണോ CPMന്റെ ഒരു ലാസ്റ്റ് കണക്കെടുപ്പ്? പ്രാദേശികമായ കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോഴുള്ള ഒരു പാർട്ടി വിലയിരുത്തൽ അങ്ങനെയാണോ? സജിത്ത, ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, അത് മണ്ഡലം കമ്മിറ്റികൾ സ്വീകരിച്ച് നൽകിയ കണക്ക് പരിശോധിക്കുമ്പോൾ CPMന് ഒരു 80 സീറ്റിന് മുകളിൽ അവർ ഉറപ്പിക്കുന്നു. പക്ഷേ പൂർണ്ണമായും ആ കണക്കുകളെ CPM നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് മുൻകാല അനുഭവങ്ങൾ തന്നെയാണ് അവരെ അത്തരമൊരു തീരുമാനത്തിൽ പ്രേരിപ്പിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചു നിൽക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം എന്നൊക്കെ വലിയ കണക്കുകൾ കീഴ്ഘടകങ്ങൾ പാർട്ടിക്ക് നൽകിയിരുന്നു. പണ്ടത്തെ പോലെ ഈ കണക്കുകൾ അത്രയ്ക്ക് അങ്ങ് ശരിയാവുന്നില്ല എന്ന സ്ഥിതി CPMന്. അതുകൊണ്ടാണ് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി ചേർന്നപ്പോൾ ഈ ജില്ലാ ഘടകങ്ങളുടെ കണക്ക് അതേപടി വിശ്വസിക്കാതെ ഒന്നുകൂടി അവർ കൂടുതൽ പരിശോധനകൾ നടത്തി ഒരു കണക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന 60 സീറ്റുകൾ വിജയസാധ്യത ഉറപ്പ് എന്ന് CPM കണക്ക് കൂട്ടുന്നു. 60 സീറ്റുകളിൽ 100% വിജയിക്കാവുന്ന 60 സീറ്റുകളുണ്ട്. മറ്റു സീറ്റുകളുടെ കാര്യത്തിൽ 80% ജയിക്കാവുന്ന 10-15 സീറ്റുകളുണ്ട്. അതിനും അപ്പുറത്തേക്ക് 50-50 വലിയ അതിശക്തമായ പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ 50-50 പോരാട്ടം. അങ്ങനെയാണ് ഈ 87-91 എന്ന കണക്കുകളിലേക്കൊക്കെ CPM നേതൃത്വം എത്തുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞ 90 ഉറച്ച ജയസാധ്യത 90 സീറ്റുകളല്ല, അല്ലെങ്കിൽ 90-ന് മുകളിലേക്ക് പോകുന്ന ഉറച്ച ജയസാധ്യതയുള്ളതല്ല. അത് 60-65 പരമാവധി 60 സീറ്റുകൾ മാത്രമേ അത്ര ഒരു വിജയസാധ്യത CPM കാണുന്നുള്ളൂ. ഒരു കണക്ക് ഇപ്രകാരമാണ്: ഈ കാസർഗോഡും കണ്ണൂരും വയനാടും ഒക്കെ ഇപ്പോഴുള്ള സീറ്റുകൾ ഇടതുമുന്നണിക്ക് തുടരാൻ കഴിയും, പിടിച്ചു നിർത്താൻ കഴിയും. അവിടെ കാര്യമായ പരിക്കുണ്ടാകില്ല. കണ്ണൂരും കാസർഗോഡും വയനാടും തൽസ്ഥിതി തുടരും. കോഴിക്കോട് നിലവിലുള്ള 2 സീറ്റിന് പുറമെ നാദാപുരവും കുന്ദമംഗലവും കൂടി UDFന് കിട്ടിയേക്കാം. അപ്പോൾ അവിടെ 2 സീറ്റുകൾ നഷ്ടപ്പെടും ഇടതുമുന്നണിക്ക്. കോഴിക്കോട് സൗത്ത് കൂടി ഒരുപക്ഷെ UDFന് വരും. അങ്ങനെ വരുമ്പോൾ നാദാപുരവും കുന്ദമംഗലവും കോഴിക്കോട് സൗത്തും 3 സീറ്റുകൾ അവിടെ കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടാം. മലപ്പുറത്ത് പൊന്നാനിയും തവന്നൂരും മാത്രമാണ് ഉറപ്പായി ജയിക്കാവുന്ന സീറ്റുകളുടെ കൂട്ടത്തിൽ CPM ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലുള്ള പാലക്കാട് സീറ്റിന് പുറമെ ചിറ്റൂറും UDFന് വിജയസാധ്യതയുണ്ട്. അവിടെ അങ്ങനെയെങ്കിൽ ഒരു സീറ്റ് കൂടി അവിടെ നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന് CPM കണക്കുകൂട്ടുന്നു. തൃശൂരിൽ ചാലക്കുടിക്ക് പുറമെ തൃശൂർ, മണലൂർ എന്നീ സീറ്റുകൾ കൂടി UDFന് കിട്ടിയേക്കാം. മണലൂരിൽ വലിയ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ്. അവിടെ രവീന്ദ്രനാഥിന് പലപ്പോഴും രവീന്ദ്രൻ പലപ്പോഴും TN പ്രതാപനൊപ്പം എത്താൻ കഴിയില്ലെന്ന വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് CPM നടത്തിയതാണ്. അതിശക്തമായ പ്രചരണം അവിടെ TN പ്രതാപൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ പ്രതാപൻ ജയിച്ചു കയറും. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥ് മണലൂരിൽ അടിതെറ്റുമെന്ന കണക്ക് CPMന് മുന്നിലുണ്ട്. തൃശൂരും നഷ്ടപ്പെടുന്ന പട്ടികയിലാണ്. CPIയുടെ സീറ്റാണ് CPM കൂട്ടിയിട്ടുള്ളത്. CPIയും ആ സീറ്റ് വിജയസാധ്യത കുറഞ്ഞ സീറ്റുകളുടെ പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എറണാകുളം വരുമ്പോൾ കൊച്ചി, കോതമംഗലം, വൈപ്പിൻ
സീറ്റുകൾ ഇടതുമുന്നണി ഉറപ്പിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ആ ഉറപ്പിക്കുന്ന കൂട്ടത്തിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ കളമശ്ശേരി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിൽ ഉടുമ്പൻചോലയും ദേവികുളവും മാത്രമാണ് ഈ ഏറ്റവും ഉറപ്പായ സീറ്റായി CPM കൂട്ടുന്നത്. അവിടെ റോഷിയുടെ ഇടുക്കിയില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടയത്ത് പൂഞ്ഞാർ നഷ്ടപ്പെട്ടേക്കാം, പകരം അവിടെ പാല ജോസ് കെ മാണിയുടെ പാല തിരിച്ചു പിടിക്കുമെന്ന് അല്ലെങ്കിൽ വിജയിക്കാമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നപ്പോൾ കാര്യമായ ഒരു തിരിച്ചടി അവിടെ ഉണ്ടാകില്ല. ഒന്ന് നഷ്ടപ്പെട്ട് മറ്റൊന്ന് നേടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ സീറ്റ് എന്ന് കൂടി CPM-നും ഇടതുമുന്നണിക്കും ഇവിടെ ആശ്വാസം നൽകുന്ന ഒരു കണക്കാണ് ഈ ഇതിന്റെ ഭാഗമായി നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ കോന്നിയും ആറന്മുളയും ഉറപ്പായും ജയിക്കും. അവിടെ 5 സീറ്റും ജയിക്കുമെന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ അവകാശവാദം. പക്ഷേ അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. കോന്നിയും ആറന്മുളയും ജയിക്കും. തിരുവല്ലയിലും റാന്നിയിലും അതിശക്തമായ മത്സരമുണ്ട് എന്നാണ് CPM സംസ്ഥാന നേതൃത്വം കണക്ക് കൂടുന്നത്. പക്ഷേ അവിടെയൊക്കെ ജയിച്ചു വന്നേക്കാം, പക്ഷേ അവിടെ അതിശക്തമായ മത്സരമുണ്ട്. ആലപ്പുഴ വരുമ്പോൾ കുട്ടനാടും അരൂറും UDF ജയിക്കുമെന്ന് CPM ഉറപ്പിക്കുന്നു. അതിനൊപ്പം അമ്പലപ്പുഴയും UDF തന്നെയാണ് സാധ്യത. G സുധാകരനോട് ജയിക്കാൻ സാധ്യത ഏറെ എന്ന് CPM തന്നെ സമ്മതിക്കുന്നു. ഹരിപ്പാട് ഇപ്പോൾ തന്നെ UDF-ന് ഒപ്പമുള്ള മണ്ഡലമാണ്. കൊല്ലത്ത് കുണ്ടറയും കുന്നത്തൂരും കരുനാഗപ്പള്ളിയും ചവറയും UDF-ന് ലഭിച്ചേക്കാം. കുണ്ടറ വിഷ്ണുനാഥിന്റെ സിറ്റിംഗ് സീറ്റാണ്. ശക്തമായ മത്സരം അവിടെ സജികുമാർ കാഴ്ചവെച്ചു. പക്ഷെ അപ്പോഴും ജയിച്ചു വരാൻ കഴിയുമോ എന്ന ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. കുന്നത്തൂർ സിറ്റിംഗ് സീറ്റാണ്. 5 തവണ കോവൂർ കുഞ്ഞുമോൻ ജയിച്ച മണ്ഡലമാണ്. അവിടെ ഉല്ലാസ് കോവൂർ ജയിക്കുമെന്നാണ് CPM-ന്റെയും കണക്കുകൂട്ടൽ. കരുനാഗപ്പള്ളി CR മഹേഷ് നിലനിർത്തും. ചവറ UDF പിടിച്ചെടുക്കും. ഷിബു ബബിജിയുടെ ആ സീറ്റ് സുജിത് വിജയൻ പിള്ളയിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു കണക്കുകൂട്ടലിൽ. തിരുവനന്തപുരത്ത് നേമത്ത് വിജയസാധ്യതയുണ്ടെന്ന് ജില്ലാ നേതൃത്വം അവകാശപ്പെടുമ്പോഴും സംസ്ഥാന നേതൃത്വം അത് പൂർണ്ണമായി തള്ളുന്നെങ്കിൽ കൂടിയും അവിടെ BJP-ക്കാണ് NDA-ക്കാണ് വിജയസാധ്യതയെന്ന് CPM-ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കോവളവും തിരുവനന്തപുരവും അവിടെ ജയിക്കാം. UDF തന്നെ ജയിക്കുമെന്നും CPM കണക്കുകൂടും. തിരുവനന്തപുരവും LDF ജയിക്കുമെന്ന് പ്രാദേശിക ഘടകങ്ങൾ റിപ്പോർട്ട് കൊടുത്ത മണ്ഡലം 2000-3000 വോട്ടിനെങ്കിലും സുധീർ കരമൻ ജയിച്ചു വരുമെന്ന റിപ്പോർട്ടുള്ള മണ്ഡലമാണ്. അതായത് അതേപടി വിശ്വസിക്കാതെയാണ് സംസ്ഥാന നേതൃത്വം ഈ കണക്ക് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഇവിടെ അരുവിക്കരയിലും കാട്ടാക്കടയിലും നെയ്യാറ്റിൻകരയിലും അതുപോലെ വാമനപുരത്ത് ഉറച്ച ഇടതുകോട്ടയായ വാമനപുരത്ത് പോലും അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഈ കണക്കുകളൊന്നും CPM-ന്റെ ഈ ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനൊക്കെ ഇങ്ങനെ വന്നാൽ 77 സീറ്റുകൾ ലഭിക്കുമെന്നാണ് CPM-ന്റെ കണക്കുകൾ. അവിടെ നിന്ന് വീണ്ടും കുറച്ച് കൊല്ലത്തും കോതമംഗലത്തും വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലവും കോതമംഗലവും നഷ്ടമായാൽ 75 എന്ന ഫിഗറിലേക്ക് എത്തും. 72 സീറ്റുകൾ 75 എന്ന ഫിഗറിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നാണ് CPM-ന്റെ മറ്റൊരു പ്രതീക്ഷകളിലേക്ക് അവർ എത്തുന്നത്. ബലാബലം അതിശക്തമായ പോരാട്ടം നടക്കുന്ന തീർത്തും അപ്രവചനീയമായ 10 മണ്ഡലങ്ങൾ കൂടി CPM-യുടെ കണക്ക് കൂട്ടുന്നു. അത് പേരാവൂർ, വടകര, തൃത്താല MP രാജേഷ് മന്ത്രി MP രാജേഷിന്റെ മണ്ഡലമാണ്. കളമശ്ശേരി മന്ത്രി പി രാജീവിന്റെ മണ്ഡലമാണ്. പേരാവൂർ KK ശൈലജ മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇടുക്കി റോഷി അഗസ്റ്റിന്റെ മണ്ഡലമാണ്. റാന്നി പ്രമോദ് നാരായണന്റെ മണ്ഡലം. തിരുവല്ല മാത്യു തോമസ് സോഷ്യൽ ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ മണ്ഡലമാണ്. ഇന്ത്യൻ സോഷ്യൽ ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ മണ്ഡലമാണ്. തുടർച്ചയായി മാത്യു തോമസ് ജയിക്കുന്ന മണ്ഡലമാണ്. അമ്പലപ്പുഴ സുധാകരനെതിരെ സലാം മത്സരിക്കുന്ന മണ്ഡലം. ചവറ നേമം വി ശിവൻകുട്ടിയുടെ മണ്ഡലം എന്നിവയിൽ അതിശക്തമായ പോരാട്ടമുണ്ട്. ഇതിൽ 7 എണ്ണമെങ്കിലും ലഭിച്ചാൽ 84 എന്ന ഫിഗറിലേക്ക് എത്തും. ഇനി അതുമല്ല വിജയസാധുര സീറ്റുകൾ നിയമം പോലെ വിജയസാധുര സീറ്റ് വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിഷ്പക്ഷ വോട്ടർമാർ കൂടി തീരുമാനിച്ചാൽ ഈ 7 എന്നുള്ളത് 10 സീറ്റായി വരും. അങ്ങനെയെങ്കിൽ 90 സീറ്റിന് മുകളിലേക്ക് 91 സീറ്റുകളിലേക്ക് എത്തും. ഇതാണ് CPM-ന്റെ കണക്ക്. അപ്പോഴും പേരാവൂരും വടകരയും ആ കണക്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പേരാവൂരും വടകരയും ജയസാധ്യതയുണ്ട്. വടകരയിൽ കഴിഞ്ഞ തവണത്തേക്ക് വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് എന്ന് CPM കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണ് 90 മുകളിലേക്ക് ഒരു ഫിഗറിലേക്ക് CPM എത്തുന്നത്. പക്ഷേ വിജയസാധ്യത ഉറപ്പുള്ള ഈ കണക്കിൽ പോലും ഉറപ്പുള്ളത് 75 സീറ്റുകൾ മാത്രമാണ്. CPM ഒന്നുകൂടി കുറച്ച് 100% വിജയിക്കുന്ന സീറ്റുകൾ 60 മുതൽ 65 വരെ മാത്രമേ ഉള്ളൂ. പിന്നെയും 10-16 സീറ്റുകൾ കൂടി അവിടെ വിജയത്തിന് വേണം. അത് എവിടെ നിന്ന് വരും? അത് ഈ ബലാബലം നിൽക്കുന്ന തുല്യ പോരാട്ടം നടക്കുന്ന അല്ലെങ്കിൽ 80% 50% ഒക്കെ വിജയസാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ പാർട്ടി കണക്കാക്കുന്ന സീറ്റുകളിൽ എങ്ങനെ ഫലം വരുന്നതിനെ ആശ്രയിച്ചിരിക്കും CPM തുടർ ഭരണം. പക്ഷേ പൂർണ്ണമായും നേതാക്കൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ആ 75 മുകളിലേക്ക് ഒരു ഫിഗറിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. മുഖ്യമന്ത്രിയും സമാനമായ കണക്കാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുമുള്ളത്. ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം അത് ശരിവെക്കുന്നു. 75 സീറ്റിന് മുകളിലേക്ക് 75 സീറ്റ് വരെയെങ്കിലും നേടി തുടർഭരണത്തിൽ തുടർച്ച ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തുടർഭരണം ഉറപ്പ് എന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ മറുപടി കഴിഞ്ഞ ദിവസവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചത്.
അരുൺ സൂചിപ്പിക്കുന്ന ഈ കണക്ക് ഒരുപക്ഷെ CPM ഇതുവരെ പുറത്തുവിടാത്ത കണക്കിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിൽ പല സീറ്റുകളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാം അത് ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള ഒരു മണ്ഡലമല്ലേ, അത് തോക്കുമോ എന്നൊരു സംശയം നമുക്ക് തന്നെ തോന്നാം. അതായത് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതുകൂടി ഒഴിവാക്കിയുള്ള ഒരു കണക്കെടുപ്പിലേക്കാണ് CPM ഈ ലിസ്റ്റ് എന്ന് നമുക്ക് കരുതണം അല്ലേ? തീർച്ചയായിട്ടും ഈ പ്രാദേശിക ഘടകങ്ങളുടെ കണക്ക് അതേപടി വിശ്വസിക്കുന്നില്ല. മാത്രമല്ല അടിയൊഴുക്കുകൾ എങ്ങോട്ടാണ് ഈ ചിലയിടത്ത് വോട്ടുകൾ കൂടിയിട്ടുണ്ട്, ശതമാനം കൂടിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ പ്രത്യേക തിരുവനന്തപുരം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴും വോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടർമാർ കുറഞ്ഞിരിക്കുന്നു. അത് SIRന്റെ മാത്രം പ്രത്യാഘാതമാണോ, അല്ലെങ്കിൽ ഈ കൂടിയ സ്ഥലങ്ങളിൽ അത് SIR മാത്രമാണോ, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം? ഈ കണക്കുകളൊക്കെ സഹിതം ഒന്നുകൂടി നേതാക്കൾ വ്യക്തമായി പറയുന്നത് ഈ കണക്കുകളൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പ്, അതായത് രണ്ട് മുന്നണികളും ബലാബലം ഏറ്റുമുട്ടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, അതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധ വികാരമോ ഒരു UDF അനുകൂല തരംഗമോ ആഞ്ഞടിച്ചാൽ ഈ കണക്കുകളൊക്കെ അമ്പേ പാളിപ്പോകും. ഈ 75 എന്നുള്ളതൊക്കെ ഒരുപക്ഷെ 40-നും 50-നും ഇടയിലേക്ക് താഴ്ന്നു പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന ഒരു അപായ സൂചന കൂടി നേതാക്കൾ പറയുന്നു. എന്താണ് ട്രെൻഡ് എന്ന കാര്യത്തിൽ ഇപ്പോഴും CPMന് വ്യക്തതയില്ല. കോൺഗ്രസിന് അവകാശപ്പെടുമ്പോഴും എത്രത്തോളം അവർക്ക് ഉറപ്പുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. വളരെ കൃത്യമായ മുതിർന്ന നേതാക്കൾ നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് സാധാരണഗതിയിലെ ഒരു സാഹചര്യമാണ്. 75 സീറ്റ് വരെ, അതായത് ഈ മണ്ഡലത്തിൽ നടന്ന പ്രചരണം, സർക്കാരിന്റെ ഭരണനേട്ടം, സർക്കാരിനെതിരെ ഉണ്ടാകാവുന്ന ഒരു വികാരം, അതൊക്കെ മറികടന്നുകൊണ്ട് UDFിലെ പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങൾ, കെ സുധാകരന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയെന്നുള്ള കാര്യം, അങ്ങനെ പല ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് CPM ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കീഴ്ഘടക റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും എല്ലാം കോർത്തിണക്കൊണ്ട റിപ്പോർട്ടാണ് 75 സീറ്റ് വരെ എങ്കിലും നേടി തുടർഭരണം എന്നത്. പക്ഷേ അവിടെ ഒരു കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് അനുകൂലമായുണ്ടായ ഒരു ട്രെൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണത്തിന് അനുകൂലമായ ഒരു വികാരമോ ഒക്കെ ഉണ്ടായതുപോലെ തിരികെ അത് UDF അനുകൂലമായി ഒരു ഭരണവിരുദ്ധ വികാരമായി സർക്കാർ മാറണം. പല CPM നേതാക്കൾ വരും സംസാരിക്കുമ്പോൾ ആശങ്കയോട് പറയുന്നത് ഭരണം കൊള്ളാം, ഭരണത്തിന് പോരായ്മയൊന്നുമില്ല, പക്ഷേ 10 വർഷമായില്ലേ, ഇനി മാറിക്കൂടെ എന്ന്, ഇനി കുറച്ച് മാറ്റം വേണ്ടേ എന്നൊരു ചിന്തയുള്ള ആളുകൾ, നിഷ്പക്ഷമതികളായ വോട്ടർമാരുണ്ട്. അവരുടെ എണ്ണം കൂടിയാൽ ഒരുപക്ഷെ ഈ കണക്കൊക്കെ കാറ്റിൽ പോകുമെന്ന് ഉറപ്പാണ്. ആ ഒരു ആശങ്ക കൂടി ഒരു നേതാക്കൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഭരണം മോശമല്ലെങ്കിൽ പോലും ഒരു 10 വർഷമായി ഇനിയൊന്ന് മാറി നിൽക്കട്ടെ ചിന്ത ജനങ്ങളിലേക്ക് വന്നാൽ, അതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ, UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചാൽ, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായി ഉണ്ടായാൽ അത് തീർത്തും ഈ കണക്കുകളൊക്കെ പൂർണ്ണമായും പാളിപ്പോകുന്നതിലേക്കും എത്താം. ഏതായാലും ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ വന്നാൽ 75 സീറ്റെങ്കിലും നേടി, ചുരുങ്ങിയതാണ് 75 സീറ്റുകൾ നേടി ഇടതുമുന്നണി അധികാരത്തുറച്ച് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾക്ക് ഇപ്പോഴുള്ളത്. അരുണ്, ഒരു കാര്യം വ്യക്തമാണ്. ഈ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ശേഷം പലരും നടത്തിയ വിലയിരുത്തലുകളിലൊന്നാണ് പൊതുവിൽ സർക്കാരിൻ്റെ ഭരണത്തിന്, ഗവേണൻസിന് അത്ര മോശം മാർക്കൊന്നുമല്ല, പക്ഷേ സർക്കാരിന് ഒരു വിരുദ്ധ വികാരമുണ്ട്. അത് മറ്റു പല കാരണങ്ങൾ കൂടി ഉണ്ടായതാണ്. അതെന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തപ്പെട്ടെ. അരുൺ പങ്കുവെച്ച ഈ കണക്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് നിരീക്ഷിക്കാമല്ലോ. സംസ്ഥാനത്തെ നിലവിലുള്ള 5 മന്ത്രിമാർ കടുത്ത പ്രതിസന്ധിയിലുണ്ടായാണ്. അതായത് അവർ ജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല. വി ശിവൻകുട്ടി ഉണ്ട് ആ ലിസ്റ്റിൽ, ഒപ്പം തന്നെ P രാജീവ് ഉണ്ട് ആ ലിസ്റ്റിൽ. ഒരുപക്ഷെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനത്തേക്ക് ഇനി വരും എന്ന് കരുതുന്ന, അതായത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും തന്ത്രപരമായ സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് P രാജീവ്. അപ്പോൾ P രാജീവ് ആ ലിസ്റ്റിലുണ്ട്. വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആളുണ്ട്. റോഷി അഗസ്റ്റിനുണ്ട്, MB രാജേഷ് ഉണ്ട്. ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു വലിയ പ്രതിസന്ധി MLA ഈ മന്ത്രിമാർ നേരിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയാൽ പോലും അതിൻ്റെ മേന്മ കുറയ്ക്കുന്ന ഒരു കണക്കായി പോവില്ലേ അത്? തീർച്ചയായിട്ടും 5 പേർ മാത്രമല്ല, തിരൂരിൽ അബ്ദുറഹ്മാനുണ്ട്. അബ്ദുറഹ്മാൻ മലപ്പുറത്ത് CPM ഉറപ്പായി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ജലീലിന്റെ തവനൂറും അതുപോലെ തന്നെ പൊന്നാനിയും മാത്രമാണ് CPM ഇപ്പോൾ കണക്കൂട്ടുന്നത്. തിരൂരിൽ കടുത്ത മത്സരമുണ്ട്. അവിടെ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ ജയിച്ചു വരാം എന്നൊരു കണക്കുമുണ്ട്. പക്ഷേ അവിടെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം 6 ആകും. 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടത്. പക്ഷേ 1 ഡസൻ ഇല്ലെങ്കിൽ പോലും 1/2 ഡസൻ മന്ത്രിമാർ ഇങ്ങനെ തുരാസിലാണ് എന്നുള്ളത് വസ്തുതയാണ്. P രാജീവ് അവിടെ ഒരു UDF അനുകൂല മണ്ഡലമാണ്. പക്ഷേ അതിശക്തമായ പോരാട്ടം, ഒരു ഘട്ടത്തിൽ രാജീവ് വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിയ മണ്ഡലം കൂടിയാണ് കളമശ്ശേരി. പക്ഷേ അവിടെ അവസാന ഘട്ടത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. എന്നാലും
പ്രതീക്ഷ പൂർണ്ണമായും പി രാജീവും അല്ലെങ്കിൽ CPM കൈവിടുന്നില്ല. അവിടെ ജയിച്ചു വരാൻ തന്നെ സാധ്യതയുണ്ടെങ്കിലും അത്ര അനായാസം ജയിക്കാവുന്ന മണ്ഡലമായല്ല അത് കണക്കുകൂട്ടും. തൃത്താല ഈ ന്യൂനപക്ഷ വോട്ടുകൾ കളമശ്ശേരിയും സമാനമാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്ക് അനുകൂലമെന്നത് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ തൃത്താല കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ബലറാമിനെ മറികടന്ന് MP രാജേഷ് ജയിച്ചു വരുന്നത്. അവിടെയും ന്യൂനപക്ഷ വോട്ടുകളുടെ എണ്ണം അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിശക്തമായ പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്. രാജേഷ് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ മത്സര രംഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരുപക്ഷെ ജയിച്ചു വരാം, ചെറിയ വോട്ടുണ്ടെങ്കിലും ജയിച്ചു വരാം തന്നെ CPM കണക്ക്. അപ്പോഴും MP രാജേഷിന്റെ കാര്യത്തിലും അത്ര ഉറപ്പ് CPM വി ശിവൻകുട്ടി ഒരു 5000 വരെയെങ്കിലും വോട്ട് ജയിക്കുമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അവിടെ പല ഘടകങ്ങളുണ്ട്. ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടുകൾ പിടിക്കുന്നത് മാത്രമല്ല, ശബരിനാഥൻ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ വെല്ലുവിളിയാകാം. അങ്ങനെയല്ല, ശബരിനാഥന്റെ പ്രചരണ രീതി അനുസരിച്ച് സ്വാഭാവിക ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പിടിച്ചേക്കാം. അങ്ങനെ 30,000-ഓളം വരും ഇവിടെ മുസ്ലിം വോട്ടുകൾ. ആ വോട്ടുകളിൽ ഒരു 80% ലഭിച്ചാൽ മാത്രമേ ശിവൻകുട്ടിക്ക് ജയം ഉറപ്പിക്കാൻ കഴിയൂ. 1000 വോട്ടെങ്കിലും അതിൽ ലഭിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അതിൽ എത്ര വോട്ട് ശബരിനാഥൻ കൂടി പിടിക്കുമെന്ന് വളരെ നിർണായകമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ രാഷ്ട്രീയമായി ജയിക്കാവുന്ന വോട്ടുകൾ ഇടതുമുന്നണിക്ക് അവിടെ ഇല്ല. 32,000-33,000 വോട്ട് മാത്രമാണ് CPM അവിടെ രാഷ്ട്രീയ വോട്ടുകളായി ഉള്ളത്. ബാക്കിയെല്ലാം വി ശിവൻകുട്ടിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് വരേണ്ടതും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അതായത് BJP ജയിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നലിൽ നിന്ന് വരേണ്ടതും കോൺഗ്രസ് ദുർബലമാകുമ്പോൾ വരേണ്ട വോട്ടുകൾ മാത്രമാണ് ഈ വിജയത്തിലേക്കുള്ള 10,000-20,000 വോട്ടുകൾ. അവിടേക്ക് എത്താൻ എങ്ങനെ ശിവൻകുട്ടി കഴിയും? അത് എത്ര വോട്ടുകൾ പിടിച്ചുകൊണ്ട് പോകും ശബരിനാഥൻ എന്ന കാര്യത്തിൽ? ശബരിനാഥനും ഒരു കണക്കിലൂടെ പ്രതീക്ഷയിലും ഇപ്പോൾ ജയിക്കുമെന്ന പ്രതീക്ഷ ശബരിനാഥന്റെ കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം രണ്ട് ഭാഗത്തും വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായി ജയിച്ചു വരില്ല എന്ന കണക്കാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ കാര്യത്തിൽ ആ ഒരു ഉറപ്പ് CPM സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴില്ല. സംഘടനാ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തകർക്കും അത്തരമൊരു ആശയക്കുഴപ്പം പൊതുവിലുണ്ട്. അതുപോലെയാണ് തിരൂരിന്റെ കാര്യം. തിരൂരിൽ കുറക്കോളി മൊയ്തീൻ എന്ന MLA-ക്കെതിരെയാണ് സിറ്റിംഗ് സീറ്റ് വിട്ടുപോയി മത്സരിച്ചത് അബ്ദുറഹ്മാൻ. അവിടെ വിജയസാധ്യതയിൽ സംശയമുണ്ട് പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ. അങ്ങനെ ഈ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ ഇത്തരം വെല്ലുവിളി CPM മന്ത്രിമാർ നേരിടുന്നുണ്ട് എന്നത് വാസ്തവമാണ്, വസ്തുതയാണ്. യെസ്, എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ CPM കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ സംഖ്യകളുടെ എണ്ണം കുറയുന്നു, സീറ്റുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ്. മാത്രമല്ല, പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. അതുതന്നെയാണ് ഉണ്ടാക്കുന്ന വെല്ലുവിളി എന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.